ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്ലേ ലിസ്റ്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ബിഗിനറായിട്ട് വരുന്ന ആളുകൾക്ക് A to Z കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഓരോരോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തുടക്കം മുതൽ എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബ്സ് ഇൻക്രീസ് ചെയ്യാം, ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഓരോരോ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഞാനൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പ്ലേ ലിസ്റ്റ് നോക്കുക വഴി വൺ ബൈ ആയിട്ടുള്ള വീഡിയോസ് അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ ചാനലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ യൂട്യൂബിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് വീഡിയോസ് ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ കിടപ്പുള്ളത് കൊണ്ട് പുതുതായിട്ട് വരുന്ന വ്യക്തിക്ക് ഓരോരോ വീഡിയോ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ഥാനത്ത് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ നിഷ്പ്രയാസം തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് അദ്ദേഹത്തിന് കിട്ടുകയും ഇതിലൂടെ അദ്ദേഹത്തിനും ബെനിഫിറ്റാണ്. നമ്മൾ ക്രിയേറ്റർ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക വഴി അത് നമുക്കും ഉള്ള ബെനിഫിറ്റാണ്. കാരണം അത്തരത്തിലുള്ള വീഡിയോ അവരെ സഹായിക്കുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആഡ്സ് വരും, അതുപോലെ തന്നെ വാച്ച് ടൈം കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ഒന്നാമത് അതാണ്. പിന്നെ രണ്ടാമത് എന്താണ്, ആ വ്യക്തി ആ ഒരു ചാനലിലേക്ക് വന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ വൺ ബൈ ആയിട്ട് അദ്ദേഹത്തിന് പഠിക്കാനും കഴിയും. ഓക്കെ, ഇതാണ് പ്ലേ ലിസ്റ്റ് കൊണ്ടുള്ള ഉപകാരം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡ്, ഇങ്ങനെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു പ്ലേ ലിസ്റ്റിലുള്ള മുഴുവൻ വീഡിയോ ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ അത്രയും വീഡിയോയുടെ ലിങ്ക് ഒന്നും നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ആ ഒരു പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് മാത്രം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്ലേ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പൊ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, വീഡിയോസ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ യൂട്യൂബേഴ്സിനും ഉപകാരമായിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലേ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ മാനേജ് വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡിയോ പോകും. അത് ഈ ഒരു സ്റ്റുഡിയോ എന്ന് വരാത്തവർക്ക് ഇവിടെ നമ്മുടെ സെർച്ച് ബാറിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റുഡിയോന്റെ ഓപ്ഷൻ, അതായത് ഈ ഒരു ഡാഷ് ബോർഡ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡ് ഓപ്പൺ ആയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, വീഡിയോയുടെ താഴെ തന്നെ ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഒരു പ്ലേ ലിസ്റ്റ് പറയുന്നുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. ഈ ഒരു ചെറിയൊരു വരയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റ്, ഓക്കെ, ഈ ഒരു പ്ലേ ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ ആൾ ബേസിക് സെറ്റിംഗ്സ് ഓഫ് യൂട്യൂബ് ചാനൽ മലയാളം എന്നിവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതി വയ്ക്കുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം കീവേഡ് പരമായിട്ട് തന്നെ നമ്മൾ ഈ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എഴുതി വെക്കുക. ഇപ്പൊ യൂട്യൂബിൽ ഒരു വ്യക്തി സെർച്ച് ചെയ്യാണ് ഇതുപോലെ ആൾ ബേസിക് സെറ്റിംഗ്സ് ഓഫ് യൂട്യൂബ് മലയാളം എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ പ്ലേ ലിസ്റ്റ് തന്നെ പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പ്ലേ ലിസ്റ്റിന്റെ നെയിം ആരൊക്കെ സെർച്ച് ചെയ്യും എന്നുള്ള രീതിക്ക്, അതായത് സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ് തന്നെ നമ്മൾ ഈ ഒരു പ്ലേ ലിസ്റ്റിന്റെ ടൈറ്റിലായിട്ട് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്ലേ ലിസ്റ്റ് ഓൾറെഡി ആ ഒരു വ്യക്തി തിരയുന്ന വ്യക്തിക്ക് കിട്ടുക വഴി അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോ കിട്ടുകയും ചെയ്യും. അതിലൂടെ നമുക്കും ബെനിഫിറ്റ് ആണ്, ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമുക്കും ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ ഈ സൈഡിൽ ന്യൂ പ്ലേ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആഡ് ടൈറ്റിൽ ആൻഡ് പബ്ലിക് എന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഈ ടൈറ്റിലിൽ ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ കണ്ടന്റ് ഏത് തരത്തിലാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നതിന് ശേഷം ഇവിടെ പബ്ലിക്, അതായത് നിങ്ങൾക്ക് പബ്ലിക് ചെയ്യാം, അൺലിസ്റ്റഡ് ആക്കി വെക്കാം, എല്ലാം നിങ്ങൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവറ്റ്, അൺലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പ്ലേ ലിസ്റ്റ് കണ്ടോ, ഇവിടെ ആൾ ബേസിക് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വീഡിയോ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും, അതിനുള്ള ഓപ്ഷൻ ഇതിലില്ല. ഓക്കെ, അതായത് ഈ പ്ലേ ലിസ്റ്റ് എന്നുള്ള ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഭാഗങ്ങളിൽ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവുക. ഓക്കെ, വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു റീസെന്റ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ
ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്യണം. ഈ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെൻസിലിന്റെ ചിഹ്നം കാണും. ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഞാൻ പറയട്ടെ. അതായത് ഈ ഒരു പ്ലേ ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതാ കണ്ടോ, പ്ലേ ലിസ്റ്റ്, സെലക്ട് പ്ലേ ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആൾ ബേസിക് സെറ്റിംഗ് ഓഫ് യൂട്യൂബ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ എത്തരത്തിലുള്ള ടൈറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കൊടുക്കാൻ കഴിയും. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പർട്ടിക്കുലർ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അത് സെറ്റിംഗ്സിനെ കുറിച്ചിട്ട് പറഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സെറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്ലേ ലിസ്റ്റിലേ ഇടുന്നുള്ളൂ. നമ്മുടെ പ്ലേ ലിസ്റ്റ് കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ സഹായകരമായിട്ട് തന്നെ അവർക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള സെറ്റിംഗ്സ് ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തു. എന്നതിന് ശേഷം ഇവിടെ ഡൺ എന്ന് കൊടുക്കാൻ പോകും കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ക്രോം വഴി ഇതുപോലെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഇതുപോലെ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്ലേ ലിസ്റ്റിന്റെ ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്താലും ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്ലേ ലിസ്റ്റിൽ പോയി കിടക്കുന്നതായിരിക്കും. അതപ്പോൾ ഈസി ടു വേ, അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ കഴിയും. ഒരിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നീട് നിങ്ങൾ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണതിനെക്കാട്ടും ബെറ്റർ ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ആകും, ആ ഒരു പ്ലേ ലിസ്റ്റിൽ പോയി കിടക്കുന്നതായിരിക്കും. ഇത് ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇവിടെ മുകളിൽ തന്നെ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഏറ്റവും മുകളിൽ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സേവ് ചെയ്യേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുള്ളത് എനേബിൾ ആവും. അപ്പോൾ നമ്മൾ സേവ് ചെയ്താലേ ആ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലേ ലിസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ പ്ലേ ലിസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ 0 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇത് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. എനിവേ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. എന്തായാലും ആ വീഡിയോ ആഡ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ടൈറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു കോളം ഉണ്ടല്ലോ, ഡോട്ട് ഉള്ള കോളം, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും നേരെ യൂട്യൂബ് ചാനലിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം, പെൻസിലിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ആഡ് ആയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു വീഡിയോ ആഡ് ആയിട്ടുണ്ട്. അതിൽ കാണുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. നമ്മുടെ ക്രോമിൽ അത് ഷോ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ആഡ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോ വഴി എങ്ങനെ നിങ്ങൾക്ക് ഈ പ്ലേ ലിസ്റ്റിലേക്ക് വീഡിയോ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായി ഞാനിവിടെ വൈറ്റി സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ ഡാഷ്ബോർഡിന്റെ അടുത്ത് തന്നെ 3 ലൈൻ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് എന്നുള്ളത് കാണാൻ കഴിയും. ഈ ഒരു പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത പ്ലേ ലിസ്റ്റ് ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. കേട്ടോ, ആൾ ബേസിക് സെറ്റിംഗ്സ് എന്നുള്ളത്, അതായത് നമ്മൾ ക്രോം ബ്രൗസറിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ വൈറ്റി സ്റ്റുഡിയോ നോക്കിയപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് ഓരോരോ വീഡിയോ ഏതാണ് പ്ലേ ലിസ്റ്റിലേക്ക് കൊടുക്കേണ്ടത് ആ വീഡിയോ ഒക്കെ അത്തരത്തിൽ സെലക്ട് ചെയ്തിട്ടും ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് ഡൺ എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആവുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റി സ്റ്റുഡിയോ വഴി നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലേ ലിസ്റ്റ് ഇവിടെ നോക്കി കാണുന്ന രീതിയാണ് ഈ ഒരു ഓപ്ഷനിൽ. ഇതിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ബാക്ക് പോയിട്ട് കാണിച്ചു തരാം. അതായത് ഇതിലും നമ്മൾ ഓരോ വീഡിയോ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പൊ ഞാൻ സെറ്റിംഗ്സിന്റെ തന്നെ ഒരു വീഡിയോ എടുക്കാം. കാരണം ആ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് പോകേണ്ടത് സെറ്റിംഗ്സ് പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സെറ്റിംഗ്സിന്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൾ ബേസിക് സെറ്റിംഗ്സ് ഓഫ് യൂട്യൂബ് ചാനൽ 2021 എന്നുള്ള ഒരു ടൈറ്റിലാണ്. ഇതേ ടൈറ്റിലിന്റെ നെയിമിൽ തന്നെയാണ് ഞാൻ പ്ലേ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എങ്ങനെ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോയുടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പെൻസിലിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെ വരും. ഇതിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ടു പ്ലേ ലിസ്റ്റസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേ ലിസ്റ്റ് നെയിമുകളെല്ലാം ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് നെയിമിലുള്ള ആ പ്ലേ ലിസ്റ്റിലേക്കാണോ ഈ വീഡിയോ നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ആൾ ബേസിക് സെറ്റിംഗ് ഓഫ് യൂട്യൂബ് ചാനൽ മലയാളം എന്നുള്ളതിലേക്കാണ് ഈ ഒരു സെറ്റിംഗ്സ് പരമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഇതിലേക്കാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ഏത് തരത്തിലാണോ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതേ തരത്തിലുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡൺ എന്ന് കൊടുക്കണം. ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലുള്ള സേവ് ചെയ്യാൻ മറക്കരുത്. ഈ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഡ് ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്ലേ ലിസ്റ്റ് പോയിട്ട് നോക്കി നോക്കാം. പ്ലേ ലിസ്റ്റിൽ ഇവിടെ മുകളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇപ്പോൾ 1 നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഇവിടെ 2 കണ്ടോ 2 ഈ ഒരു പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വീഡിയോ ഇത്തരത്തിൽ നമ്മൾക്ക്
ആഡായിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പ്ലേ ലിസ്റ്റിലോട്ട് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത ശേഷം എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീഡിയോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കി, അതേപോലെ തന്നെ വൈറ്റി സ്റ്റുഡിയോ വഴി എങ്ങനെയാണ് വീഡിയോസ് പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.